വാക്കറി അത് കുഴപ്പമില്ല, അത് അമ്പലമൊന്നുമല്ലല്ലോ. മേളിലോട്ടേ കാണുള്ളൂ. പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് നീയാണല്ലോ. പ്ലീസ് ഞാൻ പൊക്കോട്ടെ എന്നാ പറയാവുന്നത്. ടീഷർട്ട് ഊരിട്ടിരിക്കുന്നു. അതൊക്കെ ഞാൻ പറയും. അവൻ തേച്ച് നിങ്ങൾ ഈ സെയിം കളറാണെന്നുണ്ടെങ്കിൽ ഞാൻ സെന്ററിൽ ഇരുന്നായിരിക്കും ഫ്രെയിം ബ്യൂട്ടി. ഒരു സ്ലീവ്ലെസ് ഇട്ട് ഇരിക്കേണ്ടി വരും. മൂന്ന് പേരും മൈക്ക് ശരിയായി ധരിക്കുക. ബിഗ് ബോസ് ധരിച്ചിട്ടുണ്ടല്ലോ. ധരിച്ചിട്ടുണ്ട്. ഇത് നോമിനേഷൻ പ്രക്രിയയാണ്. നിങ്ങളിൽ നിന്നും ഒരാളെ നിങ്ങൾ തന്നെ ചർച്ച ചെയ്ത് നോമിനേറ്റ് ചെയ്യുക. ഓർക്കുക, ഇത് ഫിനാലേക്ക് 3 ആഴ്ചകൾ മാത്രം അകലെയുള്ള 10ാം ആഴ്ചയിലേക്ക് എത്തുന്നതിനു വേണ്ടിയുള്ള നോമിനേഷനാണ്. നമ്മൾ 3 പേരാണ്. കഴിഞ്ഞു. ഇല്ല. ബിഗ് ബോസ് തുടങ്ങാവോ? ചർച്ച ആരംഭിക്കാം. ഞാൻ പറഞ്ഞോട്ടെ ഫസ്റ്റ്. ഞാൻ ജനറലി ഒരു കാര്യം പറഞ്ഞോട്ടെ. നമുക്ക് 3 പേർക്കും തോന്നുന്ന പെർസ്പെക്ടീവ് നോക്കാം. എന്നിട്ട് അതിനോട് ആർക്കൊക്കെ യോജിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ 2 പേര് ആരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അവര് നോമിനേറ്റ്. നല്ല രീതിയിൽ ഹെൽത്തി കോൺവെർസേഷൻ. ഫ്രണ്ട്സ് ആണ്. നമ്മൾ എല്ലാരും അതിന്റെ ആവശ്യമൊന്നുമില്ല. പറ. ഫസ്റ്റ് എന്റെ ഒപ്പീനിയൻ പറയാമല്ലോ. ഓക്കെ, നിങ്ങൾ 2 പേർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ഒപ്പീനിയൻ പറയാം. ഓക്കെ, ഞാൻ ഇതിന്റെ അകത്ത് ഇന്നലെ നമ്മളൊരു വോട്ടെടുപ്പ് എടുത്തപ്പോഴത്തേക്കും ഇതില് സെറീനയും റിനീഷയും ആസ് എ ഗെയിമർ അതിൻ്റെ ഉള്ളിൽ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ലാൽ സാറ് വീക്കെൻഡ് എപ്പിസോഡിൽ ഇന്നലെ ചോദിച്ചപ്പോഴത്തേക്കും നല്ല ഗെയിമർ മുൻപോട്ട് പോകാൻ ചാൻസസ് ഉള്ളതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ പേരാണ് അവർ മെയിനായിട്ട് പറഞ്ഞതും ഞാനാണ് മാറിയിരുന്നതും. ഇനിയിപ്പോൾ അതല്ല, ഞാൻ നല്ലൊരു ഗെയിമർ അല്ലെന്ന് തോന്നിയിട്ട് ഈ സെറീനയും റിനീഷയും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഇവർക്ക് വേണമെങ്കിൽ എന്നെ ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് എന്നെ ഔട്ടാക്കണം എന്നാണ് ഇവരുടെ തീരുമാനമെങ്കിൽ, ഇവർക്ക് അങ്ങനെയുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ പറയുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ 2 പേരും എനിക്ക് വോട്ട് ചെയ്തോളൂ, ഞാൻ പുറത്ത് നോമിനേഷനിലോട്ട് വരാൻ റെഡിയാണ്. ഓക്കെ, അതെ. നീ ഞങ്ങളിൽ ഒരാളെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആരെ പറയും? അതും കൂടെ പറ. അല്ല, അങ്ങനെ പറയല്ല, എനിക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. വിഷ്ണുവിന്റെ. ശരി, അതാ വിഷ്ണുവിടെ ഇഷ്ടം. സെറീന, നീ എന്താ പറയണ? അല്ല, നീ പറഞ്ഞോ. ഞാൻ പറയാം. ഓക്കെ, ഞാനും നിന്നെ തന്നെ പറയും, വിഷ്ണുവിനെ തന്നെ പറയും. കാരണം എന്താന്ന് വെച്ചാൽ വിഷ്ണു നല്ല ഗെയിമർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഉഴപ്പിയിട്ടുണ്ട്. ഒരു ക്യാപ്റ്റനായി ഇരിക്കെ തന്നെ ലക്ഷറി ബഡ്ജറ്റിന് കോട്ടം തട്ടുന്ന ഉറങ്ങി, പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇൻവോൾവ് ആയില്ല, നിന്റെ ടാസ്ക് ചെയ്തില്ല, അപ്പൊ കുറച്ച് മിസ്റ്റേക്സ് വന്നു, അതിനാണ് ജയിലിൽ പോയത്. എന്നാൽ പോലും നീ നല്ല ഗെയിമർ ആയതുകൊണ്ട് തന്നെ നീ പോയി എന്ന് വെച്ചാലും നിനക്ക് നിന്റേതായ സപ്പോർട്ട് ഉണ്ടാവും, നീ ഔട്ടാവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ വിഷ്ണുവിനെയാണ് പറയുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത് ഞങ്ങൾ 3 പേരിലും പറയുവാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഈ വീട്ടിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമേഴ്സ് ആണ് ഞങ്ങൾ 3 പേരും. ഇതിൽ ഗെയിമിൽ ഒരിക്കലും ഞാൻ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവരുന്നില്ല. ഞാൻ ഇവരെ 2 പേരും നല്ല ഫ്രണ്ട്സ് ആയിട്ടാണ് തന്നെ കരുതുന്നത്. പക്ഷെ ഇതിനകത്ത് ലാസ്റ്റ് വീക്ക് പെർഫോമൻസിന്റെ ബേസിസിൽ ഞാൻ പറയുവാണെങ്കിൽ ഗ്രാഫിൽ വെച്ച് എന്റെ പെർസ്പെക്ടീവിൽ വിഷ്ണു കുറേയും കൂടി പെർഫോം ചെയ്യാമായിരുന്നു. പെർഫോം ചെയ്തിട്ടില്ല. അവന്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് അവൻ ഔട്ട്പുട്ട് കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആസ് എ ക്യാപ്റ്റൻ ആയിക്കോട്ടെ, BB ഹോട്ടലിലെ സ്റ്റാഫ് എന്ന രീതിയിലും ആയിക്കോട്ടെ, കുറച്ച് അലമ്പ് നടന്ന് ഉറക്കം കാരണം ലക്ഷറി പോയിന്റ് ഓൾറെഡി പറഞ്ഞു ആ കാര്യം. അത് മാത്രമല്ല, കിച്ചൺ ഡ്യൂട്ടീസും ആസ് എ ക്യാപ്റ്റൻ ചെയ്തിട്ടില്ല. ക്യാപ്റ്റന്റെ രീതിയിലുള്ള പല കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഹിം ആ ഒരു 100% കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ആസ് എ ഗെയിമർ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരാളായിട്ട് ഞാൻ വിഷ്ണുവിനെ കരുതുന്നു. സോ ആ ഒരു രീതിയിൽ ഞാൻ ലാലേട്ടന്റെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ ഐ സ്റ്റിൽ ബിലീവ് വിഷ്ണുവിന് ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ജനവും പുറത്തുണ്ട്. സോ ഞാൻ അതുകൊണ്ട് തന്നെ ഡിസേർവിംഗ് ആണ് ഇവിടെ നിൽക്കാൻ. അതേസമയം പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കാൻ തന്നെ
ഞാൻ വിഷ്ണുവിനെ നോമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടാളും വിശ്വസിക്കുന്നത് എനിക്ക് കൗണ്ടർ പറയാമല്ലോ. പറയാം, ഡെഫിനറ്റ്ലി. ഓക്കെ, ഇതൊരു നമ്മള് 100 ഡേയ്സിലോട്ട് നിൽക്കുന്ന ഒരു ഷോയാണ്, കേവലം ജസ്റ്റ് ഒരു ജയിൽ നോമിനേഷൻ അല്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരും മെയിൻ ആയിട്ട് എടുത്ത് വെച്ച പോയിന്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീക്കിലി ടാസ്കിലത്തെ എന്റെ പെർഫോമൻസ് ആണ്. ഞാൻ 1 to 56 കഴിഞ്ഞ വീക്കിലി ടാസ്കിന്റെ പെർഫോമൻസ് ആണ്. 1 to 56 ഡേയ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ജസ്റ്റ് ഇത്ര നേരം പറഞ്ഞത് കഴിഞ്ഞ വീക്കിലത്തെ എന്റെ വീക്ക് പെർഫോമൻസിനെ പറ്റി മാത്രമാണ് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞത്. റെനീഷ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്, പുറത്തു പോയാൽ തിരിച്ചു വരില്ല എന്നുള്ള ധാരണയിലാണ് എന്നെ നോമിനേഷനിലോട്ട് തള്ളിവിടുന്നതെന്ന് റെനീഷ് നോമിനേഷനിലോട്ട് വിടുന്നു എന്ന് പറയുന്നു. അതായത് പുറത്തു പോവില്ല എന്ന വിശ്വാസത്തിൽ. അപ്പൊ അതൊന്ന്. അപ്പൊ ഞാൻ പറയുന്നത് റെനീഷനുള്ള കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുറത്തു പോയില്ല, അപ്പൊ അതിനർത്ഥം റെനീഷ നോമിനേഷനിലോട്ട് വന്നാൽ പുറത്തു പോകുന്നുള്ള ഭയത്തിലാണ് റെനീഷ ഉള്ളിൽ നിൽക്കുന്നത് എന്നുള്ള എന്റെ ഒരു ചോദ്യം. കാരണം ഞാൻ നോമിനേഷനിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പുറത്തോട്ട് പോവില്ല എന്നുള്ള. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് റെനീഷയ്ക്ക് ഉറപ്പാണ് റെനീഷയേക്കാൾ നല്ല ബെറ്റർ പ്ലെയർ ആണ് ഞാൻ എന്നുള്ള രീതിയിൽ. കാരണം അപ്പൊ ഞാൻ നോമിനേഷനിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് അറിയാം ഞാൻ നല്ല ബെറ്റർ പ്ലെയർ ആണ്, നോമിനേറ്റ് ചെയ്ത് സേവ് ആക്കാം എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂലാണ് റെനീഷ പറയുന്നത്. അപ്പൊ റെനീഷ നല്ലൊരു ബെറ്റർ പ്ലെയർ അല്ല എന്നുള്ള സ്വയം ധാരണയിൽ റെനീഷ നോമിനേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഔട്ടായി പോകും എന്നുള്ള ധാരണയിലാണോ പറഞ്ഞതെന്നുള്ളത് ഒന്ന്. രണ്ട്, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ സെയിം പോയിന്റ്. ഇനി ഇവിടെ 56 എപ്പിസോഡിൽ നിന്ന് 100ാമത്തെ എപ്പിസോഡിലോട്ട് ഞാൻ എത്തുമ്പോഴത്തേക്കാണെങ്കിൽ കൂടി നിങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ നല്ല ബെസ്റ്റ് ഗെയിമറാണ്, ഇതിൻ്റെ അകത്തുള്ള റെസ്പെക്ട് ചെയ്യുന്ന ഗെയിമറാണെന്ന് പറയുന്നത്. ജസ്റ്റ് കേവലം ഇത് ജയിൽ നോമിനേഷൻ പോലത്തെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. 100 ദിവസത്തേക്ക് നിലനിൽക്കാനുള്ള ഷോയാണ്, ടോപ്പ് 5ലോട്ട് അല്ലെങ്കിൽ നമ്പർ 1 പൊസിഷനിലോട്ട് എത്തേണ്ട ഒരു ഷോയും കൂടിയാണ്. ഇത്രയും പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ജസ്റ്റ് 1 to 56 ഡേയ്സിൽ ജസ്റ്റ് ഒരു 6 ഡേയ്സിന്റെ ഇതെടുത്തിട്ട് അതിന്റെ പെർഫോമൻസ് വെച്ചാണ് എന്നെ ഔട്ടാക്കാൻ വേണ്ടി ഇവാലുവേറ്റ് ചെയ്യുന്നത്. എന്നോടൊരു കാര്യം ചോദിച്ചില്ല, ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്തോട്ടെ. എന്നോട് ചോദിച്ചു ഞാൻ ബെസ്റ്റ് പ്ലെയർ അല്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണോ ബെസ്റ്റ് പ്ലെയറായി നിന്നെ നോമിനേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. നീ ബെസ്റ്റ് പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നി, ഞാൻ എന്റെ രീതിക്ക് ബെസ്റ്റ് പ്ലേ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് കിട്ടുന്ന ടാസ്ക് ആയിക്കോട്ടെ, എനിക്ക് കിട്ടുന്ന വർക്ക് ആയിക്കോട്ടെ, ഞാൻ എടുക്കുന്ന നിലപാടായിക്കോട്ടെ, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ, ചെയ്തിട്ടുള്ളൂ. എന്റെ 100%. നാളെ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകണം എന്ന് പറഞ്ഞാൽ പോലും 1% റിഗ്രറ്റ് പോലും ഇല്ലാതെ ഞാൻ ചിരിച്ച മുഖത്തോടു കൂടെ ഇറങ്ങിപ്പോവും. കാരണം പിന്നീട് എനിക്ക് ആലോചിക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഒന്നോടൊന്ന് നന്നായിട്ട് തിങ്ക് ചെയ്തിട്ട് ചെയ്യായിരുന്നു എന്ന് തോന്നുന്ന ഒരു കാര്യവും എൻ്റെ അടുത്തില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് ഞാൻ മനസ്സിലാക്കിയാൽ തന്നെ അത് അപ്പം ഞാൻ കറക്റ്റ് ചെയ്ത് പോകാനായിട്ട് എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട്. സോ എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ ഒരിക്കലും ഒരു മോശം പ്ലെയർ അല്ല. ഞാൻ മനസ്സിലാക്കിയ ഞാൻ നല്ല പ്ലെയർ ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിഷ്ണു നല്ല പ്ലെയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, വിഷ്ണു ബെസ്റ്റ് പ്ലെയർ ആണെന്ന് പറയുന്നുണ്ട് ഞാൻ. അതെ, ബെസ്റ്റ് പ്ലെയർ. ഓക്കെ, അങ്ങനല്ല, ബെസ്റ്റ് പ്ലെയേഴ്സിൽ ഒരാള് വിഷ്ണു തന്നെയാണെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ വിഷ്ണു പുറത്ത് പോയിട്ട് ഇനിയിപ്പോ ഓഡിയൻസ് തീരുമാനിക്കുകയാണ് വിഷ്ണു വേണ്ട, വിഷ്ണു എവിക്റ്റഡ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വോട്ട് കുറവായി എന്ന് വെച്ചാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമല്ലേ. നല്ല കോമ്പറ്റീറ്റർ ഒരാൾ പുറത്ത് പോയി എന്ന് വെച്ചാൽ അത് എനിക്ക് വീക്ക് പ്ലേസിന്റെ കൂടെ കോമ്പറ്റ് ചെയ്ത് മുൻപോട്ട് പോകാനാണോ താല്പര്യം? അല്ല, അപ്പൊ ഞാൻ അങ്ങനല്ല. എനിക്ക് ഈ പെർസ്പെക്റ്റീവിൽ ആലോചിക്കും. അതായത് ശരിയാണ്, നമ്മൾ ആദ്യം ഇത് ചെയ്യുമ്പോൾ, അതായത് എവിക്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ലൂസായിട്ട് കളിക്കുന്ന അല്ലെങ്കിൽ ടൈറ്റ് കോമ്പറ്റീഷൻ തരാത്തവരെ പുറത്ത് അയക്കുന്നതാണ് ഏറ്റവും സ്മാർട്ടസ്റ്റ് വേ. കാരണം കളിക്കുമ്പോൾ നല്ല സ്ട്രോങ് പ്ലേയേഴ്സിന്റെ കൂടെ കളിച്ച് മുന്നേറുമ്പോൾ മാത്രമാണ് അതിന് അതിൻ്റെതായ പവർ. കുറെ സ്ട്രോങ് അല്ലാത്ത കുറച്ച് പേരുമായിട്ട് കളിച്ചിട്ട് മുന്നേറുമ്പോൾ അതിൽ വലിയ ഗുമ്മുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നീ സ്ട്രോങ് പ്ലെയർ ആണ്, അതുകൊണ്ട് ഞാൻ നിന്നെ നോമിനേറ്റ് ചെയ്യുന്നു. കാരണം ഈ പേര് പറഞ്ഞിട്ട് നിന്നെ പുറത്താക്കി എന്ന് വെച്ചാല് അത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ്. ഒരു സ്ട്രോങ് പ്ലെയർ പോയില്ലേ. ഞാൻ പറയട്ടെ, ഞാൻ വിഷ്ണു എന്നോട് ചോദിച്ചതിനുള്ള ആൻസർ കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല. നീ ചോദിച്ചത് ഞാൻ വീക്ക് പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടാണോ സ്ട്രോങ് പ്ലെയറെ പറയുന്നതെന്ന്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും ഒരു വീക്ക് പ്ലെയർ അല്ല, ഞാനും സ്ട്രോങ് പ്ലെയർ ആണ്. റെനീഷ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപോട്ട് പോകുമ്പോഴത്തേക്കും സ്ട്രോങ് പ്ലേയേഴ്സിനൂടെ മത്സരിക്കണം എന്നാണ് റെനീഷ പറയുന്നത്. അപ്പൊ ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ 1 ഓഫ് ദ സ്ട്രോങ് പ്ലെയർ അല്ലേ ഞാൻ. പിന്നെ റെനീഷ വീക്ക് പ്ലേയേഴ്സിന്റെ കൂടെ മത്സരിച്ച് പോയി ജയിച്ചാൽ ആ കപ്പിന് ഒരു പ്രസക്തി ഉണ്ടാവും റെനീഷ? ഇല്ല, അതന്നെയാണ് ഞാൻ പറഞ്ഞത്, പ്രസക്തി ഇല്ല. സ്ട്രോങ് പ്ലെയേഴ്സിന്റെ കൂടെ കളിച്ച് മുന്നേറുമ്പോൾ അതിന് അതിന്റേതായ ഒരു വാല്യൂ ഉണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് നീ മാത്രമല്ല ഇവിടെ സ്ട്രോങ് പ്ലെയർ, നിന്നെ പോലെ വേറെയും കുറെ സ്ട്രോങ് പ്ലെയേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു സ്ട്രോങ് പ്ലെയർ പോയി എന്ന് വെച്ചാൽ എനിക്ക് അത്രയും ഞാൻ പോകുന്ന വേ അത്രത്തോളം ഈസി ആയില്ലേ. ഓക്കെ, ഇത് പിന്നെ വിഷ്ണു പറഞ്ഞത് പ്രേക്ഷകർക്ക്, ഞാൻ പറഞ്ഞത് നീ നോമിനേഷനിൽ പോയാൽ
പ്രേക്ഷകർ നിന്നെ രക്ഷിക്കും എന്നല്ല, ഞാൻ ആ വിധി പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുന്നതെന്നാണ് ഞാൻ വിഷ്ണുവിനെ പറ്റി പറഞ്ഞത്. പിന്നെ വിഷ്ണു പറഞ്ഞത് ലാസ്റ്റ് വീക്കിലെ വീക്ക്ലി പെർഫോമൻസ് മാത്രം നോക്കിയാണ് ഞാൻ ജഡ്ജ് ചെയ്തത്. ഒരിക്കലും അല്ല. ഞാൻ വിശ്വസിക്കുന്നത് ഡേ 1 to day 56 ഒരാളുടെ ഗ്രാഫ് ഇങ്ങനെ വേണം പോവാൻ. അല്ലാതെ ഒരിക്കലും ഇങ്ങനെ പോയ ഒരാള് ഇങ്ങനെ ആവരുത്. ഓരോ ദിവസം കഴിയും തോറും അവരുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്തിക്കൊണ്ട് വരണം. ഞാൻ എന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്റെ ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ അതിപ്പോ ഇങ്ങനെ പോകുന്നത് ഞാൻ പേഴ്സണലി എന്നെ അസസ് ചെയ്യുന്നുണ്ട്. അപ്പം എന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് വിഷ്ണു ഇങ്ങനെ പോയ ഒരാള് ഇപ്പൊ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നോമിനേഷനിൽ വിഷ്ണു വന്നാൽ ആ ഒരു വാശി വിഷ്ണുവിനുള്ളിൽ കാണും. ഈ ഒരാഴ്ച സ്വന്തമായിട്ട് പ്രൂവ് ചെയ്തിട്ട് ആ ഒരു ബൗൺസ് ബാക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോ എന്റെ ഗ്രാഫ് ഇങ്ങനെ പോയിട്ട് താഴ്ത്തോട്ട് വന്നാണ് ഇപ്പൊ സെറീന പറയുന്നത്. അതെ, ഇപ്പൊ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ പറഞ്ഞ സെറീന തന്നെയാണ് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാൽ സാർ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ നല്ല പ്ലേയേഴ്സ് ആരൊക്കെയാണ് ഗെയിം എന്നുള്ള എഴുതി ചോദിച്ചപ്പോഴത്തേക്കും ഈ താഴ്ത്തുപോയ ഗ്രാഫായിട്ട് താഴെ കിടക്കുന്ന അല്ലെങ്കിൽ സോ കോൾഡ് താഴെ കിടക്കുന്ന എന്റെ ബെസ്റ്റ് ഗെയിം എന്നുള്ള പേര് പറഞ്ഞ സെറീന തന്നെയാണ് പറഞ്ഞത്. അതാ പറഞ്ഞത്, ഒരാഴ്ചത്തെ പെർഫോമൻസ് അല്ല ഞാൻ ഇപ്പൊ പറയുന്നത്, ഇൻ ടോട്ടാലിറ്റി ആണ്. എല്ലാ ദിവസവും ഒരാൾക്ക് സെയിം ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ഞാനാണെങ്കിലും സെയിം അല്ല. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഞാനിപ്പോ പോകുന്നത്. വിഷ്ണുവിന് ആദ്യമായി കിട്ടിയ ഒരു ക്യാപ്റ്റൻസി അല്ല ലാസ്റ്റ് വീക്ക്, അതും ഒരുപാട് പ്രാവശ്യം കളിച്ചിട്ട്. അത് 100% പൊട്ടൻഷ്യൽ കൊടുത്ത് ചെയ്തിട്ടുണ്ടെന്ന് വിഷ്ണു തന്നെ പറഞ്ഞു ചെയ്തിട്ടില്ല എന്ന്. പല തെറ്റുകൾ വിഷ്ണുവിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. മനുഷ്യനല്ല, തെറ്റുകൾ പറ്റും, അത് സ്വാഭാവികമല്ല. എല്ലാ മനുഷ്യന്മാരും റോബോട്ടല്ല. ഞാൻ തെറ്റ് പറ്റാത്തൊരു മനുഷ്യനല്ല, ഞാൻ തെറ്റ് പറ്റുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള മനുഷ്യരെ പോലെ എനിക്ക് തെറ്റുകൾ പറ്റും, സ്വാഭാവികമാണ്. ഞാൻ തെറ്റിൽ നിന്ന് മനസ്സിലാക്കി ഇനി മുൻപോട്ട് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതിനെനിക്കൊരു അവസരം തരൂ പ്ലീസ്. രണ്ടുപേരോട് ഞാൻ ചോദിക്കുവാണ്, എന്റെ തെറ്റുകൾ മനസ്സിലാക്കി മുൻപോട്ട് പോകാൻ എനിക്കൊരു അവസരം തരൂ. രണ്ട് ഫ്രണ്ട്സുകളും ചേർന്ന് എന്നെ ഗ്രൂപ്പായിട്ട് എന്നെ കോർണർ ചെയ്ത് കളയല്ലേ പ്ലീസ്. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞാൻ വിചാരിച്ചത് ഏതോ ഡെയിലി ടാസ്ക് ആയിരിക്കുമെന്ന് ചോദിച്ചു കയറി നോമിനേഷൻ പറയും, അത് പറയും. ഞാൻ പറയുന്നു ബിക്കോസ് ആ ഒരു ഗ്രാഫ് ആരാണെന്ന് തീരുമാനിച്ചോ? ഇതിനകത്ത് എനിക്ക് നോമിനേറ്റ് ചെയ്യാന്നുള്ളത് വിഷ്ണുവിനെ തന്നെയാണ്. ബിക്കോസ് ആ ഗ്രാഫ് പേർപ്പസ്ഫുള്ളി അലസതയുടെ പേരിൽ തന്നെയാണ് വിഷ്ണു ലാസ്റ്റ് വീക്ക് ഇത് ഉറങ്ങിക്കളഞ്ഞു. ഡ്യൂട്ടി ചെയ്യാൻ ഞാൻ വയ്യാതെ കിടന്നുറങ്ങിയത് കുറ്റമായിട്ടാണോ കാണുന്നത്? തലവേദന കാണാൻ കിടന്നുറങ്ങിപ്പോയ ജസ്റ്റ് ഒരു തലവേദന. തീരുമാനം പറയുക. ഞാൻ വിഷ്ണുവിനെ പറയുന്നു. സാർ, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. പൂളിന് എവിടെ കിടന്നുറങ്ങിയിട്ട് ഞാൻ പലപ്പോഴും വിളിച്ചോണ്ട് വന്നു വിഷ്ണു കിച്ചണിൽ പണി ചെയ്യാൻ. എന്റെ സ്പേസിൽ കയറരുത്, ദയവ് ചെയ്ത് എന്റെ സ്പേസിൽ കയറരുത്. സാർ, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു നിമിഷം പോലും പ്രേക്ഷകരുടെ ഇഷ്ടമല്ലാണ്ട് ഈ ഹൗസിൽ നിലനിൽക്കണം എന്നൊരു ആഗ്രഹവുമില്ല എനിക്ക്. പ്രേക്ഷകർക്ക് എന്നെ ഇഷ്ടപ്പെട്ടാൽ മാത്രം എനിക്ക് ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിലകൊണ്ടാൽ മതി എന്നാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്. ഇന്ന് ഈ നിമിഷം പോലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറങ്ങി പോകാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഇവർക്ക് രണ്ടുപേർക്ക് നോമിനേഷനിൽ പോയി നിൽക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല, പോയാൽ ചിലപ്പോൾ ഔട്ടായി പോകുന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടി ഞാൻ ബലിയാടാവാം. ഞാൻ പോയി നോമിനേഷനിൽ നിൽക്കാൻ ഞാൻ റെഡിയാണ്. ഈ ഒരു രീതിയിൽ പറയുന്നത് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ എന്റെ 100 ഇത് അന്തിമ തീരുമാനമാണോ? അതെ, ബിഗ് ബോസ് ഇവർക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് പ്രേക്ഷകരുടെ മുമ്പിൽ പോയി നോമിനേഷൻ നിൽക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ പൊക്കോളാം. ഐ വിൽ ഗോ, യു ഡോണ്ട് ഹാവ് ടു വറി. നിങ്ങൾ പോവില്ല, ഞാൻ പൊക്കോളാം. വിഷ്ണുവിനാണ്. സോ വിഷ്ണു തന്നെ പോകാനാണ് ആരാണ് നോമിനേറ്റ് ആയതെന്ന് പുറത്തുപോയി പറയാൻ പാടില്ല. മൂന്ന് പേർക്കും അങ്ങനെ പറയാൻ പോകാം. ഇവർക്ക് ഞാൻ പോകുന്നു ബിഗ് ബോസ്. ഐ ആം ലീവിംഗ് ദിസ് ഹൗസ്. അത് അവർക്ക് മനസ്സിലായി നീ ഏത് സെൻസിലാ പറഞ്ഞെന്ന്. വളച്ചൊടിക്കുന്നു തമാശ രീതിക്കാണ്. എക്സ്പ്രഷൻ കൊടുക്കല്ലോ കേട്ടാ. മിസ്റ്റർ വിഷ്ണു, അയ്യോ എന്റെ അഖിലേട്ടൻ ബാ, എന്റെ ഗ്രൂപ്പേ. അയ്യോ വീശാനുള്ളത് എന്തിയെ? ഞാൻ വീശ കൊടുക്കട്ടെ എന്റെ ഗ്രൂപ്പിന്. എന്റെ ഇവളൊക്കെ ഉള്ളിപ്പോട്ടെ എന്നെ ചതിച്ചു കളഞ്ഞിക്ക. ഇക്ക പറഞ്ഞത് ശരിയാ, ഇവിടെ ഭയങ്കര ഗ്രൂപ്പിസം ഉണ്ട്. പഞ്ചകി
ഓ എന്ത് എന്നിട്ട് അവസാനം വെച്ച് നീ ട്വിസ്റ്റ് അടിച്ചല്ലടാ ദുഷ്ട. കഠിന ഹൃദയങ്ങൾ. അല്ല ഗെയിം ഭാഗത്ത് നീ കളിച്ചോടെ അതോ മണ്ടനെ കണക്കിറങ്ങി വന്നോ? ആര്? എനിക്ക് അവൻ ഞങ്ങൾക്ക് വിശറി തന്നു, അല്ല എന്താണ് വെഞ്ചാമരം തന്നു. എനിക്ക് താനില്ലാണ്ട് ഗെയിം കളിക്കാൻ പറ്റില്ല. താനില്ലാതെ എപ്പോഴത്തേക്ക് ഒറ്റക്ക് വന്നപ്പോ ഞാൻ പകച്ചു പോയി. അവനെ ഞങ്ങൾ ഗ്രൂപ്പിൽ കൊണ്ട് അവനെ ഇവറ്റകളുടെ വലയിൽ ഞാൻ വീണു. വലയിൽ വീണ കിളിയായി ഞാൻ. ഞങ്ങള് വല വിരിച്ചു വെച്ചപ്പോ അതിലോട്ട് നുഴഞ്ഞു കയറിയ കിളിയാ നീ. നമുക്ക് ടീമാവാം എന്റെ പൊന്നകിൽമാരെ ഞാൻ വിചാരിച്ചൊരു ഡെയിലി ടാസ്ക് ആയിരിക്കും വെച്ചു. അല്ല, സീക്രട്ട് ടാസ്കാ. പുറത്ത് കൺഫെഷൻ റൂമിൽ നടക്കണം. ഞങ്ങൾ എല്ലാവർക്കും ഓരോ ടാർഗറ്റ്. ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. കൺഫെഷൻ റൂമിൽ പോയിട്ട് പറയുന്ന കാര്യങ്ങളും എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഷിജി ചേട്ടൻ അവിടെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ജനങ്ങൾ കാണുന്നുണ്ട്. നായികക്ക് 40 വട്ടം എന്ന് പറയുന്നുണ്ടല്ലോ. ഇത്രയും അടുത്ത ടീം ഇത്രയും ആഴ്ച കൺഫെഷൻ റൂമിലേക്ക് വരിക. വാ അനു, വാ നമുക്ക് പോവാം. വാ വാ വാ. അത് അവര് പോയി ഞങ്ങള് പോവാം. കേട്ടോ. ആ,